എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ചേട്ടത്തി, അപ്പോ ഇപ്രാവശ്യം എന്തായാലും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല അല്ലേ? പണമില്ല കയ്യിൽ. പണമില്ല. ആരെങ്കിലും തന്നാഘോഷിക്കും. ആര് തരുമെന്നൊന്നും ഇപ്പൊ പറയാറായില്ല. ഞാൻ ഘോഷിച്ചാ പോരാ സാറേ. എന്തോരും ജനങ്ങളാ പട്ടിണിയില്ല അനുഭവിക്കണേ. എന്റെ കാര്യം തന്നെയല്ല ഞാൻ പറയണേ. മറിയക്കുട്ടി ചേട്ടത്തി, ഇതിനൊക്കെ കാരണഭൂതനായ ഒരു വ്യക്തിയെ ഇപ്പോഴും ദൈവത്തിന്റെ വരദാനം എന്ന് വാഴ്ത്തിപ്പാടുകയാണ്. എല്ലാം വിധിയുടെ വിളയാട്ടം. അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണെടുത്ത് വെക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന് കൊട പിടിച്ചു കൊടുക്കുന്നവർ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നത്. അതല്ലേ പിണറായി വിജയൻ അയ്യപ്പസ്വാമി ആക്കി വെച്ച് നാളെ മുദ്ര കുത്തി അതുകൊണ്ടൊക്കെ തലക്കട വെച്ചു കൊടുക്കണുണ്ട്. അയ്യപ്പസ്വാമിയെന്ന് വിളിച്ച് ഇപ്പൊ സ്വാമിയായത് ഞാനിപ്പോ ഈ ആഴ്ചയിലാ കൃത്യം അറിഞ്ഞത്. അതുകൊണ്ടൊക്കെ കൊട വെച്ച് കൊടുക്കണുണ്ട് തലയില്. അതുകൊണ്ട് കടൽ തീർത്ത് കൊണ്ടുപോയി പിണറായി ഈ പ്രാവശ്യം കടലിൽ നടക്കുമെന്നൊക്കെ ചില മാന്യന്മാര് പറയണ കേട്ടു. എന്നെ തേച്ചതാണല്ലേ കടത്തിക്കൂടെ നടക്കുമെന്ന്. നടന്നു തന്നെ നമുക്ക് കാണാലോ, നിങ്ങൾക്കും കാണാലോ. അയാൾ നടക്കുമെന്ന് അറിഞ്ഞ ശബരിമലയിൽ പോയപ്പോ അയ്യപ്പസ്വാമിയുടെ അത് എല്ലാ വരവും കിട്ടി. അപ്പൊ ഇത് ഈ വിനോദയാത്ര കഴിഞ്ഞാൽ കടലിക്കൂടെ നടന്നു വരും. നോക്കിയിരുന്നു കണ്ടോ? എല്ലാവർക്കും കാണാം. കടലിക്കൂടെ നടന്നു വരുമ്പോഴേ പിണറായി അത്ര സത്യസന്ധനാ. അല്ലെങ്കിൽ ഇത്ര വൃത്തിയായിട്ടവനാ ഈ പരിപാടിക്ക് നിൽക്കുവോ? അതാ ഞാൻ പറഞ്ഞു, ഇതുപോലെ വൃത്തികെട്ട ഒരു മനുഷ്യൻ, ഇതുപോലെ രണ്ടും കെട്ട ഒരു പിണറായി ലോകത്തിൽ കണ്ടിട്ടില്ല. അവന്റെ കുണ്ടകള് കേൾക്കാനാ ഞാൻ പറഞ്ഞു. അവന്റെ കുണ്ടകള് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ കേട്ടോട്ടെ, കേട്ടോട്ടെ. ഇത്ര വൃത്തികെട്ട കുണ്ട. ജനക്ക് എല്ലാത്തിനും വേണ്ടി ഞാൻ പറയണേ. ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങളെ മുടക്കി കളയണേ. ഞങ്ങളുടെ തന്തയും തള്ളയും മരിച്ചിട്ട് ഞങ്ങൾ മുടക്കിയില്ല. അപ്പൊ ഈ പിണറായി ഞങ്ങളുടെ ക്രിസ്മസ് മുടക്കുമ്പോ ഞങ്ങൾ എന്തെന്നാ പിണറായിനെ വിളിക്കണ്ടേ? പറ. ചേട്ടത്തി, ഈ ഹർജി കൊടുത്തതിന് ശേഷം CPM-കാരുടെ ഭീഷണി ഉണ്ടോ? ഭീഷണിയൊക്കെ നോക്കണ്ടോ? പിന്നെ ഈ നാട്ടുകാരുടെ സഹായം ഉള്ളതുകൊണ്ട് ഒരു കളി നടക്കണില്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്റെ അയൽക്കാരൊക്കെ എനിക്ക് സഹായ. അതുകൊണ്ട് അവരുടെ കോട്ടയല്ല, കോട്ട ഉള്ളുണ്ടായിരുന്ന തൗടുപടിയാക്കാന്. ഇവിടെ കുറെ ആൾക്കാർ നല്ല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ്. എന്നാലും അവർ അയലക്കത്തോടൊക്കെ പമ്മി ഒന്ന് ഇരുന്നിട്ടുണ്ട്. പന്നിയിരുന്ന പലരെ കൊണ്ടും പറഞ്ഞു 20 ലക്ഷം തരാന്ന് എനിക്ക് കേസ് പിൻവലിക്കാക്കി. 20 ലക്ഷം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും അല്ലേ? പിന്നെ ഈ പെൻഷൻ കെട്ടാത്ത സകല ആൾക്കാരും ഞാനും ഒറ്റക്കെട്ട്. അത് മുന്നോട്ട് പോകാതെ പുറകോട്ട് പോകാൻ പറ്റിയല്ല. ഈ പെൻഷൻ കിട്ടാത്തവരെല്ലാവരും ഇറങ്ങും. CPM-കാരുണ്ട് എന്റെ കൂടെ. ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഒത്തിരി പേര് പിൻവലിച്ചിട്ടുണ്ട്. പിണറായി അങ്ങനെ അവരുടെ അപ്പടിയും കിട്ടുമെന്നാ. ഈ CPM-കാരും ഈ പട്ടിണി കിടന്നപ്പോ മാറിയിട്ടുണ്ട്. ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. അവരെ എന്റെ കൂടെ അധികം തന്നെ. അമിത് ചെയ്ത നല്ലതെന്ന് പറഞ്ഞാൽ CPM-ന്ന് പിരിഞ്ഞു വന്നവരെ ഇപ്പൊ പറയണേ. അങ്ങനെ എന്റെ ആഗ്രഹം, അങ്ങനെ പിരിഞ്ഞു പോട്ടെ. ഇത്ര കൊള്ളക്കാരന്റെ കൂടിന്ന് കൂട്ടത്തിന്ന് ഈ കൊള്ളക്കാരന്റെ കൂടെ ആരും നിൽക്കരുന്ന ഞാൻ പറയണേ. ഒരാടും എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും